ഞങ്ങളെ ഓച്ചിറ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങൾ ഇതേവഴി ഇങ്ങനെ പോയപ്പോഴുണ്ടല്ലോ ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഉണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് കേട്ടോ. ഞങ്ങളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും നമ്മളെ ഇവിടുത്തെ ഓച്ചിറയിൽ ഏതാണ്ട് ഒരുപാട് ഇതേകണക്ക് കുൽക്കി സർബത്ത് ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് ഇവരുടെ പാട്ട് അടിപൊളി. സാധാരണ എല്ലാവരും എനിക്ക് തോന്നുന്നു അല്ലാതെ സ്പീക്കർ വെച്ചിട്ടാണ് എല്ലാ കുൽക്കി സർബത്ത് കടയിലും ഞാൻ കണ്ടത്. പക്ഷേ ഇവർ വേണ്ട അടിപൊളിയായിട്ട് നിന്നെ നല്ലപോലെ പാടിയാണ് അവർ ചെയ്യുന്നത്. എവിടെ വീട് എവിടാ? ചങ്ങനാശ്ശേരിയോ? നിങ്ങളപ്പോൾ ഇവിടെ ഫ്രണ്ട്സ്? അപ്പോൾ നിങ്ങളെല്ലാവരും ചങ്ങനാശ്ശേരിയാണോ? പല സ്ഥലത്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ചത്? ആദ്യമായിട്ട് വരുവാണ് ഇപ്പോൾ? ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. എങ്ങനെയുണ്ട് നിങ്ങളെ കച്ചവടമൊക്കെ? പാട്ട് പാടി ഇന്നോട്ട് തുടങ്ങിയ പാട്ട് പാടാൻ തുടങ്ങിയില്ല? അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് പാട്ട് പാടി? ഞാനേ പല കടകളും കണ്ടു കേട്ടോ. ഞാൻ പല കടകളും കണ്ടു കഴിഞ്ഞപ്പോൾ പല കടകളും കണ്ടതിനകത്ത് എല്ലാവരും സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ഈ എല്ലാവരും ഇങ്ങനെ കുലുക്കി സർബത്ത് കുലുക്കി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൂടെ നടന്നു പോയപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ആരും പാടുന്ന കേട്ടോണ്ടോ ഞാൻ പെട്ടെന്ന് ഇവിടെ തന്നെ അങ്ങനെ മനസ്സിലായി ഇങ്ങനെ തന്നെ പാടിക്കൊണ്ട് നിന്നിങ്ങനെ ആര് അതിന് തന്നെ പാടിക്കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനിയുമുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പാടി 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 ഇങ്ങനെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടക്കത്തില്ലേ? അവിടെ നിന്നോണ്ട് ഇങ്ങനെ പാടിക്കൊണ്ട് ചെയ്യുന്നെങ്കിലും അതിനെ കൂടെ ഒരാൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കൊച്ചു ഗായകൻ ഇങ്ങനെ നിന്നോണ്ട് ഇവിടെ നിന്ന് തകർത്തു കേട്ടോ. ഇനി വന്നേ എന്തോ പേരെന്തോ? ഷാജർ. ആദ്യമായിട്ടാണ് ഇവിടെ ഓച്ചിറ? ഞങ്ങൾ ഓച്ചിറയിൽ വന്നത്. ഓച്ചിറ ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പം? അല്ല, എൻ്റെ ഇവിടെ മഞ്ഞാടി അപ്പുറത്ത്. അപ്പം ഞങ്ങളെ നാട്ടുകാരനായിരുന്നു ഇല്ലയോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഓണാട്ടുകരയിൽ നിന്ന് നിന്നുകൊണ്ട് ഒരു കൊച്ചു ഗായകൻ ഇങ്ങനെ നിന്ന് പാടിക്കൊണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു പാട്ട്. ഇനി നിന്ന് നല്ലപോലെ നിന്ന് പാടിക്കും.